എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി പ്രവേശനത്തിനായിട്ടുള്ള ഡേറ്റ് പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ദിവസങ്ങളിൽ അതായത് മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിനുശേഷം നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിൻ്റെ പേജിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ജോയിനിങ് ഷെഡ്യൂൾ ഫോർ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് ഫാർമസി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസി കോഴ്സിലേക്കും ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് 21-ാം തീയതി മുതൽ 24-ാം തീയതി വരെയും, അതുപോലെ തന്നെ 3 മണിക്കൂറിൽ തന്നെ, അതായത് ഓരോ ദിവസവും 3 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബി.ഫാം കോഴ്സ് ആണെങ്കിൽ 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് അഡ്മിഷൻ. അത് ഓരോ ദിവസവും 3 മണി വരെയാണ് അഡ്മിഷൻ ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 21-ാം തീയതി 1 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ. അതുപോലെ ബയോടെക്നോളജി 21-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ. അതുപോലെ തന്നെ സൈബർ ഫിസിക്കൽ സിസ്റ്റം ആ ഒരു കോഴ്സിലേക്കുള്ള പ്രവേശനം 21-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം 21-ാം തീയതി രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. അപ്പോൾ ഈ രീതിയിൽ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ ഡീറ്റെയിൽസും അതുപോലെ ആ ഒരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദിവസമാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ള ആ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് 27-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയാണ്. അപ്പോൾ ഈ രീതിയിൽ രാവിലെയാണോ അല്ലെങ്കിൽ ഉച്ചക്കാണോ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ലിസ്റ്റാണ്, അതായത് എപ്പോഴാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ഷെഡ്യൂളാണ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ എപ്പോഴാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിലവിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അതുപോലെ തന്നെ ഫാർമസി കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സമയം തന്നെ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഈ ഒരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതും കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഭാഗത്ത് ജോയിൻ ഷെഡ്യൂൾ ഫോർ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് ഫാർമസി എന്നുള്ള ഭാഗത്തുള്ള നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.